10 വട്ടം ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ, ഡയലി 10 വട്ടം എപ്പോഴെങ്കിലും ഒന്ന് ഓതുകയാണെങ്കിൽ, ഇതൊക്കെ സൗകര്യം പോലെ ചെയ്യുക. ചിലരൊക്കെ നിസ്കാരത്തിൻ്റെ ശേഷം ഔദ്യോഗിക ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ടോ, നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പറയുന്നത്. കാരണം അത് അല്ലാതെ ഇങ്ങനെയുള്ള സംഗതികളിലേക്കല്ല പോകേണ്ടത്. ഒഴിവാക്കാൻ പറ്റാത്ത ദിക്റുകളാണ് നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്നാണ് പഠിച്ചത്, അത് കൊണ്ടു നടക്കണം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ. ഖുൽ ഹുവല്ലാഹു അഹദ് തുടക്കം മുതൽ അവസാനം വരെ ഒരാൾ ഓതിയാൽ 10 മറാത്ത് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നെല്ലാം അത് പൂർത്തിയാക്കി ഓതണം എന്നർത്ഥം. പൂർത്തിയാക്കി ഓതുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ഖസ്റം ഫിൽ ജന്ന, അയാൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം പണിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ ഒരു പാലസ് ഉണ്ടാക്കി കൊടുക്കും പടച്ചോന്, കൊട്ടാരം ഉണ്ടാക്കി തരും. അപ്പോ ചോദിച്ചു, 20 ഓതിയാലോ നബി ചോദിച്ചു. 2 കൊട്ടാരം ഉണ്ടാവുന്നതാണ്. 30 ഓതിയാലോ 3 കൊട്ടാരം, ഓരോ 10 ഓരോ കൊട്ടാരം കൊടുക്കും. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഇദൻ നസ്തക്സിറു യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഓരോ 10 സ്വർഗത്തിലൊരു കൊട്ടാരം അള്ളാഹു ഞങ്ങൾക്ക് പണിതു തരുമെങ്കിൽ ഇനി വളരെ കൂടുതലായി ധാരാളമായി ഞങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. കാരണം 10 വട്ടം ഓതിയാൽ ഒരു കൊട്ടാരം കിട്ടുമെങ്കിൽ പടച്ചോനൊന്ന് കൊട്ടാരം എടുത്തു തരട്ടെ, ഞങ്ങൾ ഓതാനുള്ള തീരുമാനത്തിലാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മറുപടി അതിലേറെ രസത്തിൽ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു അക്സറു വഅതിയബ്. എന്താണ് ഫാറൂഖ് തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ, എന്താണ് ഉമറേ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശ്യം? നിങ്ങളങ്ങോട്ട് അധികരിപ്പിച്ചങ്ങ് ഓതിയാൽ, കുറേ വട്ടം അങ്ങോട്ട് ഓതിയാൽ അള്ളാഹ് കൊട്ടാരം എടുത്ത് നിന്ന് മടുക്കുന്നറ്റ വിചാരിച്ചിട്ടാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? എന്നാ കേട്ടോളൂ, അല്ലാഹു അക്സർ. നിങ്ങൾ ധാരാളം ഓതുമെങ്കിൽ പടച്ചോനെ എത്രയും തരാൻ കഴിവുള്ള ഖജനാവുകാരനാണ് അല്ലാഹു അക്സർ. നിങ്ങൾ എത്ര ഓതിയാലും അത്രയധികം തരാൻ മാത്രം കപ്പാസിറ്റി ഉള്ളവനാ പടച്ചോന്. അല്ലാഹു തആല ഒരു 10 കൊട്ടാരം എടുത്തു വരുമ്പോഴേക്ക് പൊളിയുന്നവനല്ല, റെഡിയായിരിക്കും. ഈ പറഞ്ഞത് സത്യമാണോ? നോക്കുങ്ങൾ, ഈ ഹദീസുകളൊക്കെ സ്വഹീഹ. നേരത്തെ ഞാൻ ഓതിയ ഹദീസുകൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഇതും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്.